നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. CSKയുടെ അഭിമാനമായ ചെപ്പോക്ക് കോട്ടയ്ക്ക് വിള്ളലേറ്റ മട്ടാണിപ്പോൾ. വിള്ളൽ വീടിരിക്കുന്നു എന്ന് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ തെളിയിക്കുന്നത്. ഇപ്പോൾ രണ്ടാം തവണ LSUയുടെ ആദ്യം തോറ്റു, ഇതാ PBKസിനോടും തോറ്റിരിക്കുന്നു. തീർച്ചയായിട്ടും CSKയുടെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് ഒരല്പം ഇടിവ് തട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 7 വിക്കറ്റിൻ്റെ പരാജയമാണ് PBKസിനോട് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത CSK നിശ്ചിത 20 ഓവറുകളിൽ 162 റൺസാണ് എടുത്തിരുന്നത്. അവർക്ക് വേണ്ടി രുദ്രാജ് ഗെയ്ക്വാദ് 62 റൺസ് എടുത്തു. അവരുടെ ഇന്നിങ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്നിങ്സ് ബ്രേക്കിൻ്റെ സമയത്ത് വിശദമായി പറഞ്ഞതുകൊണ്ട് വീണ്ടും നമ്മൾ അതിലേക്ക് പോകുന്നില്ല. മറുപടി ബാറ്റിങ്ങിൽ പ്രഭ്സിമ്രാൻ സിംഗും ജോണി ബെയർസ്റ്റോയും ചേർന്ന് ഓപ്പൺ ചെയ്തു. പക്ഷേ പ്രഭ്സിമ്രാൻ നേരത്തെ മടങ്ങി. അപ്പോൾ അവരുടെ സ്കോർ കാർഡിൽ 19 റൺസേ ഉണ്ടായിരുന്നുള്ളൂ. പ്രഭ്സിമ്രാൻ 13 റൺസാണ് എടുത്തത്. റിച്ചാർഡ് ഗ്ലീസന്റെ IPL ആദ്യ വിക്കറ്റായിട്ട് അദ്ദേഹം മാറി. പക്ഷെ ജോണി ബെയർസ്റ്റോയും റിലി റൂസോയും ചേർന്നുകൊണ്ട് PBKസിനെ മുന്നോട്ട് കൊണ്ടുപോയി. സ്കോർ 83 നിൽക്കവേ 46 റൺസ് എടുത്ത ജോണി ബെയർസ്റ്റോയെ ശിവൻ ദ്യൂബയാണ് മടക്കി വിട്ടത്. 30 പന്തുകളിൽ നിന്ന് 7 4ഉം 1 6 അടക്കമാണ് അദ്ദേഹം 46 റൺസ് അടിച്ചത്. റിലി റൂസോ മുന്നോട്ട് പോവുക തന്നെ ചെയ്തു. പക്ഷേ അദ്ദേഹം ഷാർദുൽ താക്കൂറിന്റെ പന്തിൽ പ്ലേഡ് ഓൺ ആകുന്ന കാഴ്ച. 43 റൺസാണ് അദ്ദേഹം എടുത്തത്. പിന്നെ ശശാങ്ക് സിംഗ് 25 റൺസ്, അതുപോലെ നായകൻ സാം കറൺ 26 റൺസ്. അങ്ങനെ 7 വിക്കറ്റിന്റെ തകർപ്പൻ ജയം PBKs സ്വന്തമാക്കി. 13 പന്തുകൾ ശേഷിക്കെയാണ് അവർ ഈ വിജയത്തിലേക്ക് പോയിരിക്കുന്നത്. തീർച്ചയായിട്ടും CSKയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കോട്ടയിലെ രണ്ടാമത്തെ തോൽവി അത്ര ശുഭകരമല്ല. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.